ഇനി അടുത്ത ചിന്തിക്കാൻ പോകുന്നത്, ദൈവത്തിന് ഒരു വ്യക്തിയുടെ സ്ഥിതി മാറ്റാൻ കഴിയുമോ എന്നാണ്. അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്, ദൈവത്തിന് തന്റെ താൻ സ്നേഹിക്കുന്നതായ ഒരു കുഞ്ഞിന്റെ സ്ഥിതി എപ്പോൾ മാറ്റണമെന്ന് ദൈവത്തിന് അറിയാം. ഉൽപ്പത്തി പുസ്തകം 27:7 വായിച്ചാൽ 7 മുതൽ. ഉൽപ്പത്തി പുസ്തകം 27:7 മുതൽ. പെട്ടെന്ന് വായിച്ച് പോകാം. യാക്കോബ് തന്റെ സ്ഥിതി മാറ്റാൻ ഒരു പരിശ്രമം നടത്തിയ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വായിച്ച ഇസഹാക്ക് പിന്നെ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മരണത്തിന് മുമ്പേ തിന്നു നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പനെ പറ്റിക്കാൻ വഴി പറഞ്ഞു കൊടുക്കുന്ന അമ്മ. കള്ളം പറയരുതെന്ന് പഠിപ്പിക്കേണ്ട അമ്മ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന സാഹചര്യം. അപ്പന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ ഇല്ലാതിരിക്കേണ്ടതിന് പകരം, അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാതെ പരമാർത്ഥതയോടുകൂടെ നിൽക്കേണ്ടതിന് പകരം ഈ അമ്മ തന്റെ ബുദ്ധിയാൽ മകന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പനെ പറ്റിക്കാൻ ഉപദേശം കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാം. ഈ കുടുംബത്തിനകത്ത് 2 ഗ്രൂപ്പായിരുന്നു, അപ്പന്റെ ഗ്രൂപ്പും അമ്മയുടെ ഗ്രൂപ്പും. അപ്പന്റെ ഗ്രൂപ്പിൽ ഏശാവ്, അമ്മയുടെ ഗ്രൂപ്പിൽ യാക്കോബ്. അപ്പന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഏശാവ്, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സപ്പോർട്ട് യാക്കോബ്. അമ്മ ഇന്ന് പല കുടുംബങ്ങളുടെയും ഒരു സ്ഥിതി, എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ സ്നേഹിക്കാനും കൊണ്ടുപോകാനും കഴിയാത്ത സാഹചര്യങ്ങൾ. അപ്പന് ചില കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹം, അമ്മയ്ക്ക് ചില കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹം, ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അമ്മമാർ രാജ്ഞിമാര് ചിന്തിക്കും, എന്റെ മോനെ രാജാവാക്കണം, അപ്പന്റെ ആഗ്രഹം രാജാവിന്റെ ആഗ്രഹം വേറെയാണാക്കാനാ. അങ്ങനെയാണ് പല കുടുംബങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പല രാജ്യങ്ങളിലും. അത് പോകട്ടെ, നമ്മൾ വായിച്ചാട്ടെ. ആകയാൽ മകനെ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പൻ ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുമ്പേ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്ക കൊണ്ടുവരണം, അപ്പന്റെ അടുത്ത് കൊണ്ടുവരണം. അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട്, എന്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, അതൊന്ന് ഓടിച്ചു വിടുന്നത് മാത്രമല്ല. നമ്മുടെ വിഷയത്തിലേക്ക് പോകണം. രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകും. അപ്പനെന്നെ തപ്പി നോക്കുക. ദൈവഭയമൊന്നും അല്ല കേട്ടോ. ദൈവം തപ്പി നോക്കുന്നതോ ദൈവം കാണുന്നതോ ഒന്നും അല്ല വിഷയം. വിഷയം എന്തുവാ? അപ്പൻ തപ്പി നോക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പന്റെ മുമ്പിൽ എങ്ങനെ ഒളിപ്പിക്കാം എന്നുള്ളതാണ് വിഷയം. അപ്പന്റെ മുമ്പിൽ എങ്ങനെ ഒളിപ്പിക്കാം. പക്ഷെ യാക്കോബിൽ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. വാക്യം വായിച്ചാൽ
ഞാൻ ഉപായം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ അനുഗ്രഹമല്ല ശാപത്തിനെ വരുത്തുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട്, മകനെ, നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം കേൾക്കാം. ഈ ദൈവവചനവും കാര്യങ്ങളൊന്നും കേൾക്കണ്ട, ദൈവദാസന്മാരുടെ മെസ്സേജോ കാര്യങ്ങളൊന്നും നീ ഓർക്കണ്ട. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്ന ഒന്നും നീ നോക്കണ്ട. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. എന്തിനാ കേൾക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. അപ്പനെ പറ്റിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് പറഞ്ഞതാണ്, ഇന്നത്തെ രീതി പറയാണ്, അമ്മേ സൺഡേ സ്കൂളിന് പഠിപ്പിച്ചിട്ടുണ്ട്, കള്ളം പറയരുത്, ആരെയും ചതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ അങ്ങനെ ഭോഷത്വം കാണിക്കാൻ പാടില്ല. ആമേൻ. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് അതിനെതിരാണ്, കർത്താവ് അതിനെ കുറിച്ചൊക്കെ അതിനെതിരാണ്. അപ്പൊ പറയുന്നത്, നീ അതൊന്നും ഇപ്പൊ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യം കേട്ടാ മതി എന്ന് പറഞ്ഞ ദൈവത്തെക്കാൾ, ദൈവവചനത്തെക്കാൾ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കാൾ പ്രൈസ് ദി ലോർഡ്. ആമേൻ. റിബേക്ക അതിന്റെ അധികാരിത ഏറ്റെടുക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഈ സംഭവത്തിൽ മൂത്തവനെ അല്ല ഇളയവനെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആരനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്? യാക്കോബിനെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ദൈവം തന്റെ കുഞ്ഞിന്റെ സ്ഥിതി മാറ്റുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അമ്മ. മനസ്സിലായോ? ദൈവം അവന്റെ സ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവന്റെ അമ്മ അവന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് പരാജയമായി പോയി. അവന് ഓടിപ്പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് കർത്താവിന്റെ സന്നിധി ഞാൻ പറയട്ടെ, പ്രിയമുള്ള കുഞ്ഞെ, ദൈവം നിന്റെ സ്ഥിതി മാറ്റുന്നത് വരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. നിനക്ക് ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, ദൈവം നിന്റെ സ്ഥിതി മാറ്റുന്നത് വരെ നീ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കൂടെ നീ കാത്തിരിക്കണം. ദൈവം നിന്റെ തലമുറയുടെ സ്ഥിതിയെ മാറ്റ്. നീ നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാൻ ശ്രമിക്കേണ്ട. ദൈവത്തിന്റെ തലമുറയുടെ സ്ഥിതിയെ മാറ്റ്. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ അവിടുന്ന് വാക്ക് മാറ്റാത്ത ദൈവമാണ്. അവിടുന്ന് പോസ്റ്റ് പറയുന്ന ദൈവമല്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്ന് തന്നെയാണ്. അത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. Praise the Lord. Praise the Lord. ഫലം ഓടിപ്പോകേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥിതി ദൈവം മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിതി നാം വളഞ്ഞ വഴിയിലൂടെ മാറ്റാൻ ശ്രമിച്ചാൽ ആമേൻ, ചിലപ്പോൾ നമ്മൾ ഓടിപ്പോകേണ്ടി വരും. നമ്മുടെ അടിസ്ഥാനങ്ങൾ പോലും തകർന്നു പോകും. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമങ്ങൾ തോന്നാറുണ്ട്. വലിയ ലോണൊക്കെ എടുത്തിരിക്കുകയാണ്. 10-15 ലക്ഷം രൂപ ലോണൊക്കെ എടുത്തു. വസ്തുവിന്റെ ആധാരം കൊണ്ട് വെച്ചാൽ ലോണ് കിട്ടും. പക്ഷെ എങ്ങനെ വീട്ടുമെന്ന് അറിയില്ല. ഒരു പ്ലാനാണ്. ആ പ്ലാൻ മനസ്സിലുണ്ട്. പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ പ്ലാൻ ചിലപ്പോൾ നടന്നു വരില്ല. ആ ലോൺ മുടങ്ങി. അവസാനം ആ വീടും സ്ഥലവും ബാങ്കുകാർ കൊണ്ടുപോയി. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. ഏറ്റവും ഒടുവിലായിട്ട് പ്രൈസ് ദി ലോർഡ് ആ വീടും
സാധനങ്ങളും എല്ലാ ബാങ്കുകാർ കൊണ്ടുപോകും. ഒരു ശൂന്യതയിലേക്ക് വന്നു. മക്കളുമായിട്ട് എവിടെയെങ്കിലും വാടക വീട്ടിലേക്ക് പോകും. അവസാനം പ്രായമാകുമ്പോൾ മക്കൾക്ക് തിരിച്ചറിവാകുമ്പോൾ മക്കൾ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി. ആമേൻ. എന്താ സാഹചര്യം? എന്ത് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പോലും ഉണ്ട്. എന്താ സാഹചര്യങ്ങൾ? ആമേൻ. ഗവൺമെന്റ് ജോലിക്കാർക്ക് അങ്ങനെ ഒരു വരുമാനമുണ്ട്. പക്ഷെ സാധാരണ ഒരാൾക്ക്, ഒരു കൂലിപ്പണിക്കാരന് എന്താണ് ഒരു ഉറപ്പ്? ദൈവത്തിൽ ദൈവത്തെ ആശ്രയിച്ച് ചെയ്യുകയാണ്. ദൈവം കാര്യങ്ങൾ നടത്തും. പക്ഷെ ദൈവം പറഞ്ഞോ ലോൺ എടുക്കാൻ? ദൈവം പറഞ്ഞോ? ആമേൻ. പ്രിയമുള്ളവരെ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. നീ ഏത് സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരുന്ന യാതൊരുവിധമായ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാതെ, യാതൊരുവിധമായ ഉത്കണ്ഠകളും ഉണ്ടാകാതെ, യാതൊരുവിധമായ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ച ഓർമ്മ വന്നു, യാതൊരുവിധമായ ടെൻഷനുകളും ഉണ്ടാകാതെ ദൈവം നിന്റെ ജീവിതത്തിന് ക്രൈസ്തലോടിലും മാറ്റം കൊണ്ടുവരാം. നിന്റെ തലമുറ, നിന്റെ ഭവനത്തിനകത്തിന്റെ തലമുറയിലൂടെ ഒരു മാറ്റം വരുത്തേണ്ടതിന് നീ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നീ കാത്തിരുന്നാൽ ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തും.